ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്മട്രിക് മെട്രിക്സും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും. സിമ്മട്രിക് മെട്രിക്സസ് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ്. സിമ്മട്രിക് SYMMATRIC സിമ്മട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. ഒരു സിമ്മട്രിക് മെട്രിക്സ് എന്തുവാ, സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്താ, SYMMATRIC സിമ്മട്രിക് ആൻഡ് സ്ക്യൂ SKW സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. ഒരു സിമ്മട്രിക് മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ എ സ്ക്വയർ മെട്രിക്സ് A is said to be symmetric if A transpose equal to A. A സ്ക്വയർ മെട്രിക്സ് A is said to be symmetric if A transpose equal to. അതായത് ഒരു മെട്രിക്സിനെ സിമ്മട്രിക് മെട്രിക്സ് എന്നറിയപ്പെടുന്നെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ആ മെട്രിക്സ് തന്നെ കിട്ടണം. ഇത്രയേ ഉള്ളൂ. ഇഫ് A transpose equal to A. ഒരു സ്ക്വയർ മെട്രിക്സിനെ അപ്പോൾ എപ്പോഴാണ് സിമ്മട്രിക് മെട്രിക്സ് അറിയപ്പെടുന്നത്, ഇഫ് A ട്രാൻസ്പോസ് ഈക്വൽ ടു A. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടണം. A ട്രാൻസ്പോസ് ഈക്വൽ ടു A. അങ്ങനെ അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സിമ്മട്രിക് മെട്രിക്സ്. അപ്പോൾ സിമ്മട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിനെ സിമ്മട്രിക് മെട്രിക്സ് എപ്പോഴാണെന്ന് അറിയപ്പെടുന്നത് ചോദിച്ചാൽ ഇഫ് A ട്രാൻസ്പോസ് ഈക്വൽ ടു A. ഒരു സ്ക്വയർ മെട്രിക്സിനെ സിമ്മട്രിക് മെട്രിക്സ് അറിയപ്പെടണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ യാതൊരു വ്യത്യാസവും കാണരുത്. A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ A തന്നെ കിട്ടിയ അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സിമ്മട്രിക് മെട്രിക്സ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ A ഈക്വൽ ടു matrix 1 2 3 4 5 matrix 1 2 3 2 3 4 5 5 6. അപ്പോൾ ഞാൻ A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എഴുതി. ഇതിന്റെ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് എന്ന് എടുത്ത് നോക്ക്. ഒന്നാമത്തെ റോ കോള 1 2 3, അടുത്ത റോ കോള 2 4 5, അടുത്ത റോ കോള 3 5 6. ഇപ്പോൾ A ട്രാൻസ്പോസ് നോക്കിയാൽ A തന്നെ, രണ്ടും സെയിം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെട്രിക്സിനെ ഒരു സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ A ട്രാൻസ്പോസ് എടുത്തപ്പോൾ A തന്നെ കിട്ടി, സീക്വൽ ടു A ട്രാൻസ്പോസ് ഈക്വൽ ഇത് A തന്നെ. അതുകൊണ്ട് നമുക്ക് A പറയാം ഒരു സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടി അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സിമ്മട്രിക് മെട്രിക്സ്. അപ്പോൾ ഞാനിവിടെ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി 1 2 3 2 4 5 3 5 6. അതിന് ട്രാൻസ്പോസ് എഴുതിയപ്പം അതേ മെട്രിക്സ് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് A എന്താ പറയാം, A ഒരു സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സിമ്മട്രിക് മെട്രിക്സ്. അതിനെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റോ എഴുതണം 4 5 7, എന്നിട്ട് ഈ ലാസ്റ്റ് രണ്ട് നമ്പർ ഇങ്ങോട്ട് എഴുതണം. അടുത്ത ഇഷ്ടമുള്ള രണ്ട് നമ്പർ ഇവിടെ എഴുതണം 8 9. ഈ ലാസ്റ്റ് നമ്പർ ഇവിടെ എഴുതണം. അടുത്ത ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതണം. ഇതിനെ ട്രാൻസ്പോസ് എടുത്തിയാൽ ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സിമ്മട്രിക് മെട്രിക്സ് എഴുതാം. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആദ്യത്തെ ഒരു റോ 7 8 9, ഈ 8 9 താഴോട്ട് എഴുതണം. പിന്നെ ഇഷ്ടമുള്ള നമ്പർ എഴുതണം -2 3. ഈ ലാസ്റ്റ് വന്ന നമ്പർ ഇങ്ങോട്ട് എഴുതണം. ഇഷ്ടമുള്ള നമ്പർ അപ്പുറത്ത് എഴുതണം. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താലും ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സിമ്മട്രിക് മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് എപ്പോഴാണ് സിമ്മട്രിക്സ് ആവുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടി അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് A is said to be symmetric if A ട്രാൻസ്പോസ് ഈക്വൽ ടു A. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടിയ അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. അടുത്ത സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. A സ്ക്വയർ മെട്രിക്സ് A is said to be skew symmetric if A ട്രാൻസ്പോസ് ഈക്വൽ ടു -A. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒരു മൈനസ് ഇട്ട് ആ മെട്രിക്സ് കിട്ടിയ അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒരു മൈനസ് ഇട്ട് ആ മെട്രിക്സ് തന്നെ കിട്ടിയ അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. A ട്രാൻസ്പോസ് ഈക്വൽ ടു -A. അത്തരം മെട്രിക്സിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ A ഈക്വൽ ടു 0 2 3 -2 -3 0 4 -4 0. ഞാൻ മെട്രിക്സ് എഴുതി. ആദ്യത്തെ വരി 0 2 3, അടുത്ത വരി -2 0 4, അടുത്ത വരി -3. ഇതിന്റെ ട്രാൻസ്പോസ് എഴുതി നോക്കാം. A ട്രാൻസ്പോസ് 0 2 3 -2 0 4 -3 -4 0. ഇതിന്റെ മൈനസ് പുറത്തിട്ട് 0 2 3 -2 0 4 -3 -4 0. ദാറ്റ് ഈസ് മൈനസ്. ഇത് യഥാർത്ഥത്തിൽ A മൈനസ്. ഇപ്പോൾ A ട്രാൻസ്പോസ് ഈക്വൽ ടു -. അതുകൊണ്ട് A നമുക്ക് എന്താ പറയാം, ഒരു സ്ക്യൂ സിമ്മട്രിക്. അതായത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒരു മൈനസ് ഇട്ട് ആ മെട്രിക്സ് കിട്ടി അതിനെ അറിയപ്പെടുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. എപ്പോഴും ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എഴുതാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം 0 എഴുതണം. ഇഷ്ടമുള്ള രണ്ട് എലമെന്റ് അപ്പുറത്ത് എഴുതണം. അതിന് മൈനസ് ഇട്ട് താഴോട്ട് എഴുതണം. അടുത്ത എലമെന്റ് 0 എഴുതണം. അടുത്ത ഇഷ്ടമുള്ള ഒരു എലമെന്റ് അവിടെ എഴുതാം. അതിന് മൈനസ് ഇട്ട് ഇങ്ങോട്ട് എഴുതണം. അടുത്ത എലമെന്റ് 0. ഇത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. ആദ്യം 0 എഴുതുക, രണ്ട് എലമെന്റ് എഴുതുക. ആ രണ്ട് എലമെന്റ് മൈനസ് ഇട്ട് താഴോട്ട് എഴുതുക. അടുത്ത എലമെന്റ് 0 ഇട്ടിട്ട് ഇഷ്ടമുള്ള നമ്പർ എഴുതും. അതിന് മൈനസ് ഇട്ട് താഴോട്ട് എഴുതുക 0. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് ഇതൊരു
സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ചുരുക്കം പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തുവാ സിമെട്രി മെട്രിക്സ്, എന്തുവാ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രി മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ചോദിച്ചാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. ആ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടിയാൽ സിമെട്രി മെട്രിക്സ്, ഒരു മൈനസ് ഇട്ട് ആ മെട്രിക്സ് കിട്ടിയാൽ അതിനെ അറിയപ്പെടുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ വന്ന ഒരു തിയറമാണ്, any square matrix can be expressed as the sum of a symmetric and a skew symmetric matrix. Any square matrix can be expressed as the sum of a symmetric and a skew symmetric matrix. അതായത് ഏത് സ്ക്വയർ മെട്രിക്സ് നമുക്ക് തന്നാലും അതിനെ രണ്ട് മെട്രിക്സിന്റെ സംഖ്യ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ് കൂടി, അതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏത് മെട്രിക്സ് എന്നാലും അതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത ഒരെണ്ണം സ്ക്യൂ സിമെട്രിക്കും. അപ്പോൾ ഏത് സ്ക്വയർ മെട്രിക്സ് എന്നാലും അതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും ഒരെണ്ണം സ്ക്യൂ സിമെട്രിക്. തിരിച്ച് രണ്ടോടെ കൂട്ടി നോക്കിയാൽ ഈ മെട്രിക്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏത് സ്ക്വയർ മെട്രിക്സ് എന്നാലും അതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏത് സ്ക്വയർ മെട്രിക്സ് എന്നാലും അതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ എ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ആർക്കെങ്കിലും സംശയം ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഏതാണ് കിട്ടിയുള്ളൂ. ഇതിനകത്തോട് വിളിച്ചാൽ ഇവിടെ ഹാഫ് എ ട്രാൻസ്പോസ്, ഇതിനകത്തോട് വിളിച്ചാൽ ഹാഫ് എ മൈനസ് ഹാഫ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ ട്രാൻസ്പോസും മൈനസ് എ മൈനസ് അല്ല പ്ലസ് ഹാഫ് എ ട്രാൻസ്പോസും മൈനസ് എ ഹാഫ് ഇൻറ്റു ട്രാൻസ്പോസും ക്യാൻസൽ ആയിപ്പോവും. ഹാഫ് എ പ്ലസ് ഹാഫ് എ ഈക്വൽ ടു എ കിട്ടിക്കോളും. അപ്പോൾ എന്തുവായിരിക്കും അവിടെ തിരിക്കണം, എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ എ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിനെ നമുക്ക് ആദ്യത്തെ പി എന്നും രണ്ടാമത്തെ ക്യൂ എന്നും കൊടുക്കാം. വേർ പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പം എ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ രണ്ടായിട്ട് എഴുതാം, ഹാഫ് പി പ്ലസ് ക്യൂ. അത് പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇത് ഈ പി സിമെട്രിക്കും ആയിരിക്കും, ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. പി സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ ഏത് സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിലും അതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും ഒരെണ്ണം സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇതിനെ നമ്മൾ പി എന്നും ഇതിനെ ക്യൂ എന്നും സൂചിപ്പിക്കാം. അപ്പോൾ പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇത് പി സിമെട്രിക്കും ക്യൂ ഉറപ്പായിട്ടും സ്ക്യൂ സിമെട്രിക്കും വരും. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് പി എന്തോ ക്യൂ എന്തോ. പി കാണുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ ആണെന്ന് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അത് ഈ പി സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ അവസാനം അറിഞ്ഞിരിക്കേണ്ട എത്രയേ ഉള്ളൂ, എ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെ കാര്യം എയും എ ട്രാൻസ്പോസും മെട്രിക്സാണ്, അത് കൂട്ടിയാൽ കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും. എയും എ ട്രാൻസ്പോസും മെട്രിക്സ്, അത് കുറച്ചാലും മെട്രിക്സാണ് കിട്ടുന്നത്. അപ്പോൾ എ പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. അത് പി എന്തോന്ന് അറിഞ്ഞിരിക്കണം, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ എന്തോന്ന് അറിഞ്ഞിരിക്കണം, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇത് പി സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഏത് സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിലും അതിനെ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാം. അതിൽ ഒരെണ്ണം സിമെട്രിക്കും ഒരെണ്ണം സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും ക്യൂ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും. അപ്പോൾ പി എന്തോ ക്യൂ എന്തോ എന്ന് അറിയിക്കണം. പി സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 3, 5, -1, 1 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 3, 5, -1, 1 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിനെ രണ്ട് മെട്രിക്സിനെ സമ്മായിട്ട് എഴുതണം. അതിൽ ഒരെണ്ണം സിമെട്രിക് ആയിരിക്കണം, അടുത്ത സ്ക്യൂ സിമെട്രിക് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടേ രണ്ട് മെട്രിക്സിനെ സമ്മായിട്ട് എഴുതാൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിയും ക്യൂവും. പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അത് പി കാണാം, പി ക്യൂ നിങ്ങൾ കാണിക്കും. പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ 3, 5, -1, 1 പ്ലസ് എ ട്രാൻസ്പോസ്
3 5 മൈനസ് 1 1. അതിൽ റോ ആക്കി ഇടത്തേക്ക് പറഞ്ഞു. അപ്പോൾ എ 3 5 മൈനസ് 1 1, എ ട്രാൻസ്പോസ് 3 5 മൈനസ് 1 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കൂട്ടി കഴിഞ്ഞാൽ മതി. 3 + 3 6, 5 മൈനസ് 1 4, മൈനസ് 1 + 5 4, 1 + 1 2, 1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 2 2 1. അപ്പോൾ പി കിട്ടി 3 2 2 1. പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഹാഫ് ഇൻറ്റു എഴുതി കൂട്ടി എഴുതി. അടുത്ത കണ്ട ക്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. എ 3 5 മൈനസ് 1 1 മൈനസ് എ ട്രാൻസ്പോസ് 3 5 മൈനസ് 1 1. that is half into 3 minus 3 0, 5 minus 1 5 plus 1 6, minus 1 minus 5 minus 4 1 minus 1 0. ഹാഫിനകത്തോട്ട് ഗുണിച്ചാൽ 0 3 minus 2 0, 0 3 minus 2 0. അപ്പോൾ പി കിട്ടി 3 2 2 1, ക്യൂ കിട്ടി 0 3 minus 2 0. അപ്പോൾ പി കണ്ടുപിടിച്ച് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഹാഫ് എഴുതി എ പ്ലസ് എ ട്രാൻസ്പോസ്, എ ഇവിടെ എഴുതി ട്രാൻസ്പോസ് എഴുതി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 × 1/2 3, 4 × 1/2 2, 4 × 1/2 2, 1/2 × 2 1. അപ്പോൾ പി കിട്ടി. ഇവിടുത്തെ ക്യൂ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്, ഹാഫ് ഇൻറ്റു എ എഴുതി എ ട്രാൻസ്പോസ് എഴുതി. അപ്പോൾ കിട്ടി 0 3. ഇനി നമുക്ക് പിയുടെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പി ട്രാൻസ്പോസ് പി 3 2 2 1, അതിൻ്റെ ട്രാൻസ്പോസ് 3 2 2 1. ഈ റോയെ കോളമാക്കി ഈ റോയെ കോളമാക്കി. അപ്പോൾ 3 2 2 എന്ന് പറഞ്ഞാൽ പി തന്നെ. പി 3 2 2 1 ആണ് ഈക്വൽ ടു പി. അപ്പോൾ പിയുടെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടോ പി തന്നെ കിട്ടി 3 2 2 1. therefore പി സിമെട്രിക്. അങ്ങനെ പി സിമെട്രിക് ആണെന്ന് മനസ്സിലായി. അടുത്ത ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ക്യൂ ട്രാൻസ്പോസ് ക്യൂ 0 3 minus 2 0. ഇവിടെ തന്നെ മൈനസ് ഇനി കോമൺ ആയിട്ട് എടുക്കും. അപ്പം മൈനസ് ഓഫ് 0 2 minus 3 0. മൊത്തം ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്തു. മൈനസ് കോമൺ എടുത്തപ്പം ഇവിടെ മൈനസ് എടുത്ത് 0 ഇത് പോയിട്ട് -2 × 2 എന്ന് പറഞ്ഞാൽ അത് ക്യൂ തന്നെ. 0 3 minus 2 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ ട്രാൻസ്പോസ് 0, ക്യൂവിൻ്റെ ട്രാൻസ്പോസ് that is equal to 0 - 2 3 0. 0 - 2 ഒരു മൈനസ് എടുത്താൽ മൈനസ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് 0 0 3 - 2 0. ഇവിടെ നിന്ന് മൈനസ് എടുത്താൽ മൈനസ് ഓഫ് 0 2 3 0. ഇവിടെ ക്യൂ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് -1 -5 ഇവിടെ -6 ആണ്. ഇവിടെ -6 ആണ്. അപ്പോൾ ഇവിടെ -3 വരും. -3 വരും. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് 0 3. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് വരുന്നത് 0 3 0 3 -3 0 അങ്ങനെ വരുന്നത്. 0 3 -3 0. ഇവിടെ ഒരു മൈനസിങ് എടുക്കാം. മൈനസ് ഓഫ് 0 3 -3 0. എല്ലായിടത്തും ഒരു മൈനസിങ് എടുത്തു. മൈനസ് എടുക്കുമ്പോൾ 0 3 -3 0. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ. 0 3 -3 0 എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ മൈനസ് ക്യൂ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ. മൈനസ് ക്യൂ. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു -2. therefore ക്യൂ ഈസ് ക്യൂ സിമെട്രിക്. അങ്ങനെ ക്യൂ എന്തായി ക്യൂ സിമെട്രിക് ആയി. അപ്പോൾ പി ട്രാൻസ്പോസ് കണ്ടു പി കിട്ടി. അങ്ങനെ പി സിമെട്രിക് ആയി. ക്യൂ ട്രാൻസ്പോസ് കണ്ടു മൈനസ് ക്യൂ കിട്ടി. അങ്ങനെ ക്യൂ സിമെട്രിക് ആയി. അപ്പോൾ നമ്മളിങ്ങനെ പിയും ക്യൂവും കണ്ടുപിടിച്ചു. പി ട്രാൻസ്പോസ് പിയും ആയി, ക്യൂ ട്രാൻസ്പോസ് മൈനസ് ക്യൂ ആയി. അങ്ങനെ പി സിമെട്രിക്കും ക്യൂ സിമെട്രിക്കും ആയി. ഇനി പിയും ക്യൂ കൂടെ ഒന്ന് കൂട്ടി നോക്കാം. പി പ്ലസ് ക്യൂ ഈക്വൽ ടു പി നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 2
2 1 plus q 0 3 minus 3 0. That is equal to put 3 plus 0 3, 2 plus 3 5, 2 plus minus 3 minus 1 1 plus 0 1. അപ്പോൾ 3 5 minus 1 1 എന്ന് പറഞ്ഞാൽ എ ആണ് ഈക്വൽ ടു എ. അപ്പോൾ പി പ്ലസ് ക്യൂ, പിയും ക്യൂവും കൂടെ ഒന്ന് കൂട്ടി നോക്കി ഏത് തന്നെ കിട്ടി, എ തന്നെ കിട്ടി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതി, ഇത് പിയും ഇത് ക്യൂവും. അത് ഈ പി സിമെട്രിക്കാന്നും കിട്ടി, ക്യൂ സിമെട്രിക്കാന്നും കിട്ടി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതി, അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത സ്ക്യൂ സിമെട്രിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിയും ക്യൂ ആണ്. പി എന്ന് പറഞ്ഞാൽ സിമെട്രിക്കും, ക്യൂ എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമെട്രിക്കും. അപ്പോൾ ഏത് സ്ക്വയർ മെട്രിക്സിനെ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാം, അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. പിയും ക്യൂ ആണ്. പി കാണുന്ന ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ക്യൂ കാണുന്ന ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ പി സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ ഏത് സ്ക്വയർ മെട്രിക്സിനെ രണ്ട് മെട്രിക്സിനെ സമ്മായിട്ട് എഴുതാം, അതിൽ ഒരെണ്ണം സിമെട്രിക്കും അടുത്ത്. ഇവിടെ അത് തന്നെ കണ്ടേ, പിയും ക്യൂടെ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും പി സിമെട്രിക്കും ആയിട്ടുണ്ട്, ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 5 minus 1 2 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാം. എ ഈക്വൽ ടു 1 5 minus 1 2 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നോക്കാം, മുമ്പത്തെ പോലെ തന്നെ ആദ്യം പി കാണണം. പി കാണുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. പി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ 1 5 minus 1 2 plus A transpose 1 5 minus 1 2. That is equal to half into കൂട്ടി എഴുതിയ 2 4 4 4 half into that is equal to 1 by 2 അകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 1 2 2 2 അതാ പി. അപ്പോൾ പി കിട്ടി 1 2 2 2. വേണേൽ പിയുടെ ട്രാൻസ്പോസ് ഒന്ന് പിടിച്ച് നോക്കാം. പി ട്രാൻസ്പോസ് ഈക്വൽ ടു 1 2 2 2 എന്ന് പറഞ്ഞാൽ പി തന്നെ കിട്ടി. അപ്പോൾ പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പോൾ എയും എയുടെ ട്രാൻസ്പോസും അത് കൂട്ടി ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി 1 2 2 2. അപ്പോൾ പി ട്രാൻസ്പോസ് ദെയർഫോർ പി ഈസ് സിമെട്രിക്. അങ്ങനെ പി എന്തോ ആയി, പി സിമെട്രിക് ആയി. അപ്പോൾ പി കണ്ടുപിടിച്ചു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പം പി തന്നെയിട്ട് അങ്ങനെ പി സിമെട്രിക് ആയി. ഇനി ക്യൂ ആണ് അതുപോലെ. ക്യൂ ആണെന്ന് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ മെട്രിക്സ് 1 5 minus 1 2 മൈനസ് എ ട്രാൻസ്പോസ്, ഇതിൻ്റെ ട്രാൻസ്പോസ് 1 5 minus 1 2. That is equal to, അതിങ്ങോട്ട് എഴുതാം, that is equal to half into 1 minus 1 matrix 0 5 minus minus 1 6 minus 1 minus 5 minus 6 2 minus 2 0. That is 2 നെകത്ത് കൊണ്ടുവച്ചാൽ 0 3 minus 3 0. അപ്പോൾ ക്യൂ കിട്ടി 0 3 minus 3 0. അപ്പോൾ പി കിട്ടി, അത് സിമെട്രിക്കാന്ന് മനസ്സിലായി. ക്യൂ നമ്മൾ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് വെച്ച് കണ്ടുപിടിച്ചു. അപ്പം ഹാഫ് ഇൻറ്റു 0 6 മൈനസ് 6 0, ഹാഫിനകത്ത് കൊണ്ടുവച്ചപ്പോൾ 0 3 മൈനസ് 3 0. ഇനി ക്യൂവിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നോക്കാം. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് 0 3 മൈനസ് 3 0, 0 3 മൈനസ് 3 0. ഇതിനൊരു മൈനസ് ഇങ്ങനെ മൈനസ് ഓഫ്, അപ്പോൾ ഇവിടെ 0 3 മൈനസ് 3 0 മൈനസ് എടുക്കാം. മൈനസ് ഓഫ് 0 3 മൈനസ് 3 0, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇത് ക്യൂ ആ. 0 3 മൈനസ് 3 0 എന്ന് പറഞ്ഞാൽ ക്യൂ ആ നടക്കുന്നത്. 0 3 മൈനസ് 3 0, അങ്ങനെ മൈനസ് ക്യൂ കിട്ടി. ദെയർഫോർ ക്യൂ ഈസ് ക്യൂ സിമെട്രിക്. അങ്ങനെ ക്യൂ സിമെട്രിക് ആയി. അപ്പോൾ പി സിമെട്രിക് ആയി, ക്യൂ സ്ക്യൂ സിമെട്രിക് ആയി. ക്യൂ സ്ക്യൂ സിമെട്രിക് ആണെന്ന് അറിയാൻ ചെയ്യേണ്ടേ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു മൈനസ് ഇങ്ങ് എടുത്താൽ മതി. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് കാണോ, അതിൽ നിന്നൊരു മൈനസ് എല്ലായിടത്തും ഇങ്ങനെ എടുക്കും. അപ്പോൾ ക്യൂ തന്നെ കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ അത് മൈനസ് ക്യൂ ആയി, അങ്ങനെ ക്യൂ സിമെട്രിക് ആയി. അപ്പോൾ പി കിട്ടി, ക്യൂ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടേ ഈ പിയും ക്യൂവും കൂടെ ഒന്ന് കൂട്ടി നോക്കണം, എ കിട്ടുന്നത്. ഈ പി പ്ലസ് ക്യൂ ഈക്വൽ ടു പി നമ്മുടെ ഉണ്ട് 1 2 2 2. ക്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0 3 മൈനസ് 3 0. കൂട്ടി നോക്കിയാൽ 1 പ്ലസ് 0 1, 2 പ്ലസ് 3 3, 2 പ്ലസ് 3 5,
2 minus 3 minus 1. 2 plus 0 2. 1 5 minus 1 2. That is equal to A. അപ്പോൾ പി പ്ലസ് ക്യൂ എ കിട്ടി. അപ്പോൾ പി സിമെട്രിക് പി എ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതി, എ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതി, പിയും ക്യൂ. അത് പി സിമെട്രിക്കും ക്യൂ സിമെട്രിക്കും. ബാക്കി അടുത്ത ക്ലാസ്സിലാണ്.